അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഒരു ചെറിയ എഡിബിൾ കേക്കിൻ്റെ ഒരു എഡിബിൾ പ്രിൻ്റ് ഉണ്ടാക്കാൻ പോവാണ്. കേക്കിൻ്റെ ഒരു എഡിബിൾ പ്രിൻ്റ്. ഇപ്പോൾ സൈസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് 5.25 കാണിച്ചിട്ടുള്ളത്. അത്ര ആയാലും കുഴപ്പമില്ല. ചെറിയ കേക്കാണെങ്കിൽ ചെറുതാക്കണം. ഇത് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ റൗണ്ടിലാണ് ഡിസൈൻ വേണ്ടത്. അപ്പം സ്റ്റോപ്പായി. ഇപ്പോൾ നമുക്ക് വേണ്ട ഏരിയ സെലക്ട് ചെയ്യാണ്. ഇത്ര ഏരിയ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കീബോർഡിലെ ആരോ കൊണ്ട് നമ്മളതിനെ മാറ്റണം. ഇത്ര ഏരിയ ഞാൻ സെലക്ട് ചെയ്തു. കൺട്രോൾ എക്സ് അടിച്ചു, കൺട്രോൾ വി അടിച്ചിട്ട് അവിടെ പേസ്റ്റ് ചെയ്തു. പിന്നെ കൺഗ്രാജുലേഷൻ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ വെച്ചു. അതിൻ്റെ ലെയർ ഏറ്റവും ടോപ്പിലേക്ക് കയറ്റി. നിങ്ങൾ പ്രോ എഡിറ്ററെല്ലാം കാണുന്നുണ്ടോ? നല്ല പ്രശ്നം, നമുക്ക് ഇത്രേ അറിയുള്ളൂ. ഇത് വെച്ചു. അടുത്തത് പേര്. അപ്പോൾ ഇതാണ് എഡിബിൾ പ്രിൻ്റ് എടുക്കുന്ന ഷീറ്റ്. അപ്പോൾ ഇതാണ് എഡിബിൾ ഷീറ്റാണ്. ഇത് ഷുഗറിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇത് മടക്കിയും ബെൻഡായും റോളാക്കിയൊക്കെ ചെയ്യാൻ പൊട്ടത്തില്ല. അപ്പം ഇത് നമ്മൾ വെക്കുന്ന എഡിബിൾ പ്രിൻ്റർ എപ്സൻ്റെ ആണ്. സാധാ പ്രിൻ്ററിൽ എഡിബിൾ ഇങ്ക് വെച്ചിട്ടാണ് ഇത് പ്രിൻ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് എടുത്തിട്ട് കാണാം. അപ്പോൾ കൺട്രോൾ പി നോക്കി നമ്മളെ പ്രിൻ്റർ സെലക്ട് ചെയ്യുന്നുണ്ട്. പ്രിൻ്റർ സെലക്ട് ചെയ്ത് പേജ് സെറ്റപ്പിൽ പോയാൽ പ്രീസെറ്റ് ചെയ്ത് വെക്കുന്നവരുടെ അങ്ങനെ നമ്മളിതിൽ സെലക്ട് ചെയ്യും. പേപ്പർ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മാറ്റാണ്. എപ്സൺ മാറ്റ് സെലക്ട് ചെയ്യും. മാറ്റ് ടൈപ്പ് ആയതുകൊണ്ട് പിന്നെ ക്വാളിറ്റി ഹൈ സ്റ്റാൻഡേർഡ് എങ്ങനെ കൊടുക്കാം. നമ്മുടെ പ്രിൻ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻ്റർ നമ്മളെ ബ്ലാക്കിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് ഇതിലുള്ള ഇങ്കിന്. അതുകൊണ്ട് ബ്ലാക്ക് വരുന്നിടത്ത് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇതാണ് നമ്മുടെ പ്രിൻ്റ്. എടുത്തിട്ട് ഫുള്ളായിട്ട് കാണിക്കാം. നമ്മുടെ പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഇതാണ് പ്രിൻ്റ്. ഓക്കെ, അപ്പം കളറിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഇവിടെ വന്നിട്ടില്ല. ബ്ലാക്കിൻ്റെ ഹെഡിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. ഇവിടെ ബ്ലാക്ക് കുറച്ച് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഇതിന് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. അത് നമ്മുടെ പ്രിൻ്റ്. ഓക്കെ, മനസ്സിലായില്ലേ?